നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് ഡെയ്സി ഫ്ലവേഴ്സാണ്. അപ്പോൾ ആദ്യം ഹുക്ക് ഇട്ടിട്ട് 4 ചെയിന് ചെയ്യാട്ടോ. 1 2 3 4. ഇനി നമ്മൾ ആദ്യത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തു. ഇപ്പോൾ നമുക്ക് ചെറിയൊരു റൗണ്ട് പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. ഓക്കെ, ചെറിയ റൗണ്ടാണ്. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ 12 ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണം. അതിന് സ്റ്റാർട്ടിങ് യാൺ ഓവർ, ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, തിരിച്ച് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 3 നൂല് യാൺ ഓവർ ചെയ്യുക, ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ബാക്കി 3 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി 11 2 യാൺ ഓവർ ചെയ്ത് തിരിച്ച് പുറത്തേക്ക് വലിക്കുക, ഒരു വട്ടം യാൺ ഓവർ ചെയ്യുക, പിന്നെ 3 ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. 2 കഴിഞ്ഞു. യാൺ ഓവർ ചെയ്യുക, ഇത് റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇടുക, തിരിച്ച് പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്ത് 1 ഉള്ളിൽ കൂടെ എടുക്കുക, ബാക്കി യാൺ ഓവർ ചെയ്ത് 3 ഉള്ളിൽ കൂടി എടുക്കുക. 3 കഴിഞ്ഞേക്കുന്നത്. ഓരോ വട്ടം കഴിയുമ്പോഴും ഇതൊന്ന് അടുപ്പിച്ച് കൊടുത്തോളോട്ടാം. യാൺ ഓവർ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, തിരിച്ച് പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 1 ഉള്ളിൽ കൂടെ എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 3 ഉള്ളിൽ കൂടെ എടുക്കുക. 4 ആയില്ലേ? യാൺ ഓവർ 1 ഉള്ളിൽ കൂടെ തിരിച്ച് പുറത്തേക്ക് എടുക്കുക, 1 ചെയ്യുക, പിന്നെ 3 ഉള്ളിൽ കൂടെ ചെയ്യുക. 5 ഇങ്ങനെ 12 ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ 12 ചെയ്തു. ഇപ്പോൾ നമ്മൾ 12 ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നൂലിൽ, ഈ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുള്ള ആ നൂലൊന്ന് മെല്ലെ പിടിച്ച് വലിക്കുക. ഇപ്പോൾ ഇതാ ജോയിൻ്റ് ആയത് കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. ഹുക്ക് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ 2 ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചു. ഇനി നമ്മൾ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തു, നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തു. ഇപ്പോൾ റൗണ്ട് ഓക്കെ ഉണ്ട് കേട്ടോ. ഈ ബാക്കി വരുന്ന ഈ 2 നൂല് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടോട്ടാ, ഒരു സെക്യൂറായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത, എന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ റൗണ്ടായത് കണ്ട. ഇനി നമുക്കിതിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ. അതിന് അടുത്ത നൂലാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ വേറെ നൂലെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. ഹുക്കിട്ടതിന് ശേഷം ഈ നൂല് ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ നൂല് ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് മെല്ലെ റൗണ്ട് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ചെറിയൊരു ടൈറ്റ് പോലെ തോന്നും. ഇതിവിടെ ഇങ്ങനെ തന്നെ ഇരിക്കണണ്ട, നൂലൊന്ന് കുറച്ച് ബാക്കി വേണം. ഇതാ കണ്ടില്ലേ ഇപ്പോൾ വന്നത്? ഇനി ഇതൊന്ന് മെല്ലെ വലിച്ചിട്ടൊന്ന് ഈ ഒരു ഭാഗം ടൈറ്റാക്കി. ഇനി നമ്മൾ 11 ചെയിനാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8. ഇപ്പോൾ അതാ നമ്മൾ 11 ചെയിന് ചെയ്തു. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിലേക്ക് ഈ ചെയിന്, ഇതിൻ്റെ അടുത്ത സ്റ്റിച്ച് അവിടേക്ക് ഈ ചെയിന് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടണം കേട്ടോ നമ്മൾ. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ ഇല്ലേ? ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തു. തിരിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തു. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂലാണ്. യാൺ ഓവർ ചെയ്ത് ഒരു നൂല് വലിക്കുക,
വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 നൂല് വലിക്കുക. ഇപ്പോൾ കണ്ട ഡേസി ഫ്ലവേഴ്സിൻ്റെ അതായത് ഇനി വീണ്ടും നമ്മൾ ഒരു 11 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടു. വീണ്ടും അടുത്തുള്ള ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, യാൺ ഓവർ 1 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, യാൺ ഓവർ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. ഇപ്പോൾ കണ്ട 2 ഏതാളായത് വീണ്ടും യാൺ ഓവർ 11 ചെയിൻ ഇടുക. അടുത്ത ഹുക്കിൻ്റെ ഉള്ളിലേക്ക് ചെയിൻ ഇടുക, യാൺ ഓവർ തിരിച്ച് വലിച്ചെടുക്കുക, യാൺ ഓവർ 1 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക, യാൺ ഓവർ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. കണ്ടില്ലേ? ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി എല്ലാത്തിലും ചെയ്യാം. ഇതിൽ നോക്കാനുള്ളത് ഇപ്പോൾ 11 ചെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടുവിലത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ ഹുക്ക് കൊണ്ടുപോയി ഇടാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും 11 ചെയ്യാൻ. നമ്മൾ 11 ചെയിൻ വീണ്ടും ഇട്ടു. ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുക. ആദ്യം 1 നൂലിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക, പിന്നെ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇങ്ങനെ ബാക്കി കംപ്ലീറ്റ് ചെയ്യട്ടാ. ഇപ്പോൾ നമ്മളെല്ലാ ചെയിനിലും ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എക്സ്ട്രാ ചെയിൻ വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചെടുത്തു. വീണ്ടും ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഓക്കെ ചെയ്യുക. ഇതാണ് കേട്ടോ ഡേസി ഫ്ലവേഴ്സ്.